ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? RBI എന്തിനാണ് സ്വർണം വാങ്ങുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വർണം എങ്ങനെയാണ് സഹായിക്കുന്നത്? ഡോളറിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുമോ? സ്വർണവില കുതിപ്പിലോ അതോ കിതപ്പിലോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണശേഖരമുള്ള രാജ്യങ്ങളിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏതാനും വർഷങ്ങളായി വൻതോതിലാണ് RBI സ്വർണം വാങ്ങുന്നത്. സ്വർണം എക്കാലത്തെയും സുരക്ഷിത ആസ്തിയാണ്. ആഗോള അസ്ഥിരതകൾക്കിടയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. കോവിഡ് മുതൽ ട്രംപിന്റെ താരിഫ് നയം വരെയുള്ള കാരണങ്ങൾ മൂലം സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ചാണ് മുന്നേറുന്നത്. വിദേശ നാണ്യ കരുതൽ ശേഖരം ഉറപ്പാക്കാൻ കേന്ദ്ര ബാങ്കുകൾ സ്വർണം സംഭരിക്കുന്നതാണ് ഇതിനൊരു പ്രധാന കാരണം. 2024-25 സാമ്പത്തിക വർഷത്തിൽ 57.5 ടൺ സ്വർണമാണ് RBI വാങ്ങിയത്. 2017 ഡിസംബറിന് ശേഷമുള്ള രണ്ടാമത്തെ ഉയർന്ന വാർഷിക സ്വർണ വാങ്ങലാണിത്. ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഉയർന്ന സ്വർണശേഖരമുള്ള രാജ്യങ്ങളിൽ 7ാം സ്ഥാനമാണ്. 2015 10ാം സ്ഥാനത്തു നിന്നാണ് ഈ മുന്നേറ്റം. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ കരുതൽ ശേഖരം 2021 6.86% നിന്ന് 2024 അവസാനത്തോടെ 11.35%. RBIയുടെ ഡാറ്റ പ്രകാരം സ്വർണ ശേഖരം 2020 സാമ്പത്തിക വർഷത്തിൽ 653 ടണ്ണിൽ നിന്ന് 2025 മാർച്ച് അവസാനത്തോടെ 880 ടണ്ണായി വർദ്ധിച്ചു. വെറും 5 വർഷത്തിനുള്ളിൽ 35% വർധന. എന്തിനാണ് ഇന്ത്യ സ്വർണത്തിൽ ശ്രദ്ധിക്കുന്നത്? കാരണം ഡോളറാണ്. മിക്ക രാജ്യങ്ങളും ഡോളറിലാണ് കരുതൽ ശേഖരം സൂക്ഷിക്കുന്നത്. എന്നാൽ ഡോളർ അസ്ഥിരമാകുന്നതിലെ ആശങ്കയാണ് സ്വർണത്തെ പ്രിയപ്പെട്ടതാക്കുന്നത്. രൂപ കുതിപ്പിലാണ്, സ്വർണം കിതപ്പിലും. ആഗോള വ്യാപാര തർക്കത്തിലുള്ള നീക്കുപോക്കുകൾ സ്വർണവിലയെ ശാന്തമാക്കിയ മട്ടാണ്. ഡോളറിനെതിരെ 7 മാസത്തെ ഏറ്റവും ഉയരത്തിലാണ് രൂപയുള്ളത്. സ്വർണവില കുറയാൻ ഏറെ സഹായകമായതിലൊന്ന് ഇതാണ്. കൂടാതെ ചൈനയും അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധം ശമിക്കുന്നതും സ്വർണവിലയിൽ ശുഭസൂചകമായി തുടരുന്നു. രാജ്യാന്തര വിലയിൽ പ്രതിഫലിച്ച മറ്റൊരു ഘടകം റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിച്ചേക്കുമെന്ന അഭ്യൂഹമാണ്. ആഗോള വിപണിയിൽ സ്വർണം ട്രോയ് ഔൺസിന് 3258.2 ഡോളറാണ് നിരക്ക്. കഴിഞ്ഞ മാസം 3500 എന്ന റെക്കോർഡിൽ നിന്നും 3212 കൂപ്പുകുത്തിയ ശേഷമാണ് ഈ തിരിച്ചുകയറ്റം. ഇതിനർത്ഥം സ്വർണവില വീണ്ടും ഉയരുന്നുവെന്നാണ്. അമേരിക്കയിലെ തൊഴിലില്ലായ്മ കണക്കുകൾ പുറത്തുവരാനിരിക്കുന്നതും നിലവിലെ ആശ്വാസത്തിന് തിരിച്ചടിയായേക്കും. തൊഴിൽ കണക്കുകൾ നിരാശപ്പെടുത്തിയാൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്വർണത്തിന് വീണ്ടും കരുത്തു നൽകും. ഏഷ്യൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നു. ഇതിനിടയിൽ ഉൽപാദകർക്ക് ആവേശം പകരാൻ ഊഹക്കച്ചവടക്കാർ നിക്ഷേപകരായി. ഇന്ത്യൻ വിപണി 199 രൂപ എന്ന പ്രതിരോധം മറികടക്കാൻ ശ്രമം തുടരുന്നു. റെക്കോർഡ് പ്രകടനങ്ങൾക്ക് ശേഷം കുരുമുളക് സാങ്കേതിക തിരുത്തലിന്റെ പാതയിലാണ്. നാളികേര ലഭ്യത ഉയർന്നത് വെളിച്ചെണ്ണ, കൊപ്ര വിലകളെ തളർത്തി.
റബ്ബർ കർഷകർക്ക് പുതിയ സീസണിൽ ഉയർന്ന വില ഉറപ്പുവരുത്താമെന്ന സൂചന നൽകാൻ ഊഹക്കച്ചവടക്കാർ അവധി വ്യാപാരത്തിൽ വാങ്ങലുകൾക്ക് ഉത്സാഹിച്ചു. ജപ്പാനിലും സിംഗപ്പൂർ വിപണിയിലും വിൽപ്പന തിരിച്ചുപിടിക്കാനും പുതിയ വാങ്ങലുകൾക്കും ഓപ്പറേറ്റർമാർ നടത്തിയ നീക്കം രാജ്യാന്തര റബ്ബർ വില ഉയർത്തി. ജപ്പാനിൽ റബ്ബർ കിലോ 251 എന്ന സപ്പോർട്ട് നിലനിർത്തി മുന്നേറിയെങ്കിലും ഏറെ നിർണായകമായ 300 യെന്നിലെ പ്രതിരോധം ഉൽപ്പന്നത്തിന് തകർക്കാനായില്ല. യെന്നിന്റെ മൂല്യം 145ലേക്ക് ദുർബലമായെങ്കിലും റബ്ബർ ഓഗസ്റ്റ് അവധിക്ക് കിലോ 299 യെൻ വരെ ഉയരാനായുള്ളൂ. കുരുമുളകിന് നേരിട്ട തുടർച്ചയായ വിലയിടിവ് മുൻനിർത്തി ഹൈറേഞ്ചിലെ ഒരു വിഭാഗം കർഷകർ ചരക്ക് വിൽപ്പനയിൽ നിന്നും പിന്നോക്കം വലിഞ്ഞു. റെക്കോർഡ് നിലവാരം വിപണി ദർശിച്ച ശേഷം ഒറ്റ ദിവസം പോലും കരുത്ത് നിലനിർത്താനാവാതെ ഉൽപ്പന്ന വില താഴ്ന്നു. വ്യവസായികൾ കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ ഇറക്കുമതി നടത്തി ചരക്ക് വിറ്റുമാറാൻ പ്രകടിപ്പിച്ച തിരക്കിട്ട നീക്കങ്ങൾ ഈ അവസരത്തിൽ വിപണിയെ തണുപ്പിച്ചു. ശ്രീലങ്ക വഴി എത്തിച്ച വിയറ്റ്നാം കുരുമുളകാണ് പലരും നാടൻ മുളകുമായി കലർത്തി വിറ്റഴിക്കുന്നത്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില കിലോ 696 രൂപയാണ്. പ്രാദേശിക വിപണികളിൽ മാസാരംഭ വിൽപ്പന മുന്നിൽ കണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ വൻകിട മില്ലുകാർ കനത്ത തോതിൽ വെളിച്ചെണ്ണ കേരളത്തിലേക്ക് നീക്കി. ചരക്ക് വിറ്റുമാറാൻ വ്യവസായികൾ തമ്മിലുള്ള മത്സരം ശക്തമായതോടെ വെളിച്ചെണ്ണ വില റെക്കോർഡ് വിലയായ 26,900 രൂപയിൽ നിന്നും ചുരുങ്ങിയ ദിവസം കൊണ്ട് 26,300ലേക്ക് ഇടിഞ്ഞു. ഈ അവസരത്തിൽ കൊപ്ര വില ക്വിന്റലിന് 600 രൂപ കുറഞ്ഞ് 17,500 രൂപയായി. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. സാംസങ് ആദ്യ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോണുമായി എത്തുന്നു. ഡിസൈൻ മുതൽ വില വരെ ആകാംക്ഷയോടെ ആരാധകർ. ഫോൾഡിംഗ് ഫോൺ രംഗത്ത് സാംസങ്ങിന്റെ ആദ്യ ട്രൈ ഫോൺ എത്തുന്നു. സാംസങ് ജി ഫോൺ എല്ലാം രഹസ്യമാണ്. ലോഞ്ചിങ് ടൈമും സവിശേഷതകളെല്ലാം. ചാർജിംഗിലെ സവിശേഷതയാണ് പ്രധാന ആകർഷണം. 23 വാട്ടിനും 24 വാട്ടിനും ഇടയിലുള്ള ചാർജിംഗ് വേഗത പിന്തുണയ്ക്കുമെന്നാണ് സൂചന. അതേസമയം പല പ്രീമിയം സ്മാർട്ട് ഫോണുകളും വാഗ്ദാനം ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിംഗ് സവിശേഷതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് താരതമ്യേന കുറവാണ്. പലതും അവയിൽ 100 വാട്ട് അല്ലെങ്കിൽ 120 വാട്ട് അല്ലെങ്കിൽ വേഗതയെ പിന്തുണയ്ക്കുന്നുണ്ട്. വാവയുടെ ആദ്യ ട്രൈഫോൾഡായ മേറ്റ് XT-യുടെ വിലയ്ക്ക് സമാനമായിരിക്കും സാംസങ്ങിന്റെ വില, ഏതാണ്ട് 2.25 ലക്ഷത്തിന് മുകളിൽ. പ്രീമിയം മൾട്ടി പർപ്പസ് വെഹിക്കിൾ വിഭാഗത്തിൽ താരമാകാൻ കിയ ക്ലാവിസ് ഇന്ത്യയിൽ ഈ മാസം 8-നെത്തും. കിയ കാരൻസിന്റെ റീഫ്രഷ്ഡ് മോഡലാണ് കിയ ക്ലാവിസ്. പരിഷ്കരിച്ച ബാഹ്യ ഇന്റീരിയർ ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. 10.2 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, പനോരമിക് സൺപ്രൂഫ്, LED ഹെഡ്ലൈറ്റ് ഡിസൈൻ, 360 ഡിഗ്രി ക്യാമറ സജ്ജീകരണം, 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ, വയർലെസ് ഫോൺ ചാർജർ, ഡുവൽ സോൺ ഓട്ടോ AC എന്നിവയും ഇതിലുണ്ടാകും. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, ടർബോ പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾക്കൊപ്പമാവും വിപണിയിലെത്തുക. 10.6 ലക്ഷത്തിനും 19.7 ലക്ഷത്തിനും ഇടയിലായിരിക്കും വില. മാരുതി എർട്ടിഗ, മാരുതി XL6, ടൊയോട്ടോ റൂമിയോൺ എന്നിവയുമായിരിക്കും മത്സരിക്കേണ്ടി വരിക. വിനോദവാരം. നിരവധി മലയാള ചിത്രങ്ങളാണ് മെയ് മാസം റിലീസിന് തയ്യാറെടുക്കുന്നത്. ത്രില്ലറുകൾ മുതൽ ഹൃദയസ്പർശിയായ കഥകളുള്ള സിനിമകൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടും. പ്രേക്ഷകരെ ആകർഷിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന വൈവിധ്യമാർന്ന ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുന്ന ചിത്രങ്ങളാണ് മെയ് മാസം പ്രദർശനത്തിനെത്തുന്നത്. ആസിഫ് അലിയും ദിവ്യപ്രഭയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സർക്കിട്ട്. തമർ KV സംവിധാനം ചെയ്യുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരെയാണ് ലക്ഷ്യമിടുന്നത്. ഈ ചിത്രത്തിൽ ദീപക് പറമ്പോൾ, ഓർഹാൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. സർക്കിട്ട് മെയ് 8-ന് റിലീസ് ചെയ്യും. ബിൻഡോ സ്റ്റീഫൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപാണ് ചിത്രത്തിലെ നായകൻ. ഈ കുടുംബ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, ജോസുകുട്ടി ജേക്കബ്, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒട്ടേറെ പുതുമുഖങ്ങളും അഭിനയിക്കുന്നു.
ഈ ചിത്രത്തിന്റെ രചന ഷാരിസ് മുഹമ്മദാണ്. മെയ് 9 ചിത്രം റിലീസ് ചെയ്യും. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് നായകനാകുന്ന ആക്ഷൻ ത്രില്ലറാണ് നരിവേട്ട. സുരാജ് വെഞ്ഞാറമൂടും തമിഴ് നടനും സംവിധായകനുമായ ചേരനും ചിത്രത്തിൽ അഭിനയിക്കുന്നു. മെയ് 16 ചിത്രം തിയേറ്ററുകളിലെത്തും. ഇനി പ്രധാന ഇവന്റുകൾ. കേരള ഇന്നൊവേഷൻ വീക്ക് 2025 ഈ മാസം 22 മുതൽ 28 വരെ കൊച്ചി KTIS ക്യാമ്പസിൽ. ബാറ്ററി ഡീലേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിക്കുന്ന BDA എക്സ്പോ 2025 ഈ മാസം 24 ശനിയാഴ്ച അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.